താരങ്ങളുടെ വീടുകളെക്കുറിച്ചുള്ള എല്ലാ അന്വേഷണവും പ്രേക്ഷകർ ഇടയ്ക്കിടയ്ക്ക് നടത്താറുണ്ട്. അവർ എന്തുതരം വീടുകളിലാണ് താമസിക്കുന്നത്, എത്ര വീടുകളുണ്ട്, ആ വീടിൻ്റെ ഇൻറ്റീരിയർ അടക്കമുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന പ്രേക്ഷകർ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ചർച്ച ചെയ്യുന്നത് നയൻതാരയുടെയും വിഘ്നേഷ് ശിവൻ്റെയും വീട് തന്നെയാണ്. പലപ്പോഴും സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ളത് തന്നെയാണ് ഇവരുടെ വീടുകൾ. കാരണം ഇവർക്ക് ഒരു മനോഹരമായ വീടിനെക്കുറിച്ച് പങ്കുവയ്ക്കാൻ പറ്റുന്ന ചിത്രങ്ങളെല്ലാം ഇവർ പങ്കുവയ്ക്കാറുണ്ട്. ഇവരുടെ മക്കൾ ജനിച്ചതിന് ശേഷം വീടിൻ്റെ പലയിടത്തു നിന്നുള്ള ചിത്രങ്ങൾ രണ്ടുപേരും പങ്കുവച്ചതും സോഷ്യൽ മീഡിയയിലെല്ലാം തന്നെ വൈറലാവുകയും പ്രേക്ഷകർ ഏറ്റെടുക്കുകയും ഒക്കെ ചെയ്തിരുന്നു. പോയസ് ഗാർഡനിലെ ഈ വസതിയിൽ വലുപ്പവും സൗകര്യങ്ങളും ഏറെയാണ് എന്നത് എല്ലാവർക്കും അറിയാം. എന്നാൽ അത് എല്ലാവരെയും അത്ഭുതപ്പെടുത്തുന്നതാണ് എന്ന് പലർക്കും അറിയില്ല. വിഘ്നേഷിൻ്റെയും നയൻതാരയുടെയും ഒരു ചിത്രമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. നയൻതാരയെ ഇപ്പോൾ നിലവിളക്കുമായി മുന്നിലേക്ക് പോവുകയും പിന്നാലെ ഗണപതിയുമായി, അതായത് ഐശ്വര്യത്തെ വീട്ടിലെ ഗണപതിയുമായി എത്തിയിരിക്കുകയാണ് ഇപ്പോൾ നമ്മുടെ വിഘ്നേഷ് ശിവൻ പിന്നാലെ. നയൻതാരയുടെ ചെന്നൈയിലെ 31 കോടി രൂപയെ വില മതിക്കുന്ന അവരുടെ വീടിൻ്റെ എല്ലാ ചിത്രങ്ങളും ഇപ്പോൾ പുറത്ത് അന്വേഷിക്കുന്നുണ്ട് എല്ലാവരും. നയൻതാരയുടെ വീട് കാണാൻ തന്നെ എന്തായാലും എല്ലാവർക്കും ഇഷ്ടമായിരിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. കൂടുതൽ ചിത്രങ്ങൾക്കായി കാത്തിരിക്കുകയാണ് പ്രേക്ഷകർ. ഏതൊരാളെയും വിസ്മയിപ്പിക്കുന്ന രീതിയിൽ തന്നെയാണ് ആ വീട് നിർമ്മിച്ചിരിക്കുന്നതെന്ന് നമുക്ക് ഊഹിക്കാൻ പറ്റുന്നതേ ഉള്ളൂ. അത്രമാത്രമാണ് അവരുടെ കുട്ടികളെയും അവർ നോക്കി ചെയ്യുന്നത്. 4-5 നിലകളിലായി വ്യാപിച്ചു കിടക്കുന്ന ഈ ഡ്യൂപ്ലെക്സ് അപ്പാർട്ട്മെൻറ്റ് 14,369 ചതുരശ്ര അടി വിസ്തീർണമുള്ളതാണ്. ഇപ്പോൾ ആ ചതുരശ്ര അടി ഏകദേശം 21,946 രൂപ എന്ന നിരക്കിലേക്ക് തന്നെയാണ് വമ്പൻ ഇടപാട് നടന്നത്. 8 കാറുകൾ പാർക്ക് ചെയ്യാനുള്ള വിശാലമായ പാർക്കിംഗ് ഏരിയയും ഈ ആഡംബര വസതിയുടെ ഭാഗമാണ് എന്നത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ഇത്രയും അധികം പാർക്കിംഗ് സ്പേസ് ഉള്ളത് കൊണ്ട് തന്നെ അവിടെ വരുന്നവർക്കൊന്നും തന്നെ യാതൊരു ബുദ്ധിമുട്ടുമില്ല എന്ന് പൊതുവെ പറയാറുണ്ട്. സിനിമയിൽ എന്ന പോലെ തന്നെ റിയൽ എസ്റ്റേറ്റ് നിക്ഷേപങ്ങളിലും നയൻതാരയുടെ കരുത്തുറ്റ സാന്നിധ്യം ഈ ഇടപെടലിലും പ്രകടമാണ്. രേഖകൾ പ്രകാരം പ്രോപ്പർട്ടിയുടെ 90% ഉടമസ്ഥാവകാശവും നയൻതാരയുടെ പേരിലാണ്. ബാക്കി 10% വിഹിതം മാത്രമാണ് ഭർത്താവ് വിഘ്നേഷ് ശിവനുള്ളത്. 2025 ഡിസംബർ 15 ലാൻഡ് മാർക്ക് മെട്രോ പ്രോജക്റ്റിൽ നിന്നും ഇരുവരും ഈ വസ്തു ഔദ്യോഗികമായി രജിസ്റ്റർ ചെയ്ത് വാങ്ങിയത്. ചെന്നൈക്ക് പുറമെ മറ്റു നഗരങ്ങളിലും നയൻതാരയ്ക്ക് വൻതോതിലുള്ള നിക്ഷേപങ്ങളുണ്ട്. ഹൈദരാബാദിലെ ബഞ്ചാര ഹിൽസിൽ 15 കോടി രൂപ വീതം വിലമതിക്കുന്ന 2 വീടുകളും കേരളത്തിൽ അതീവ ആഡംബരങ്ങളുള്ള കുടുംബവുമായി താരത്തിനുണ്ട്. 2024 നടൻ ധനുഷ് 180 കോടിയുടെ ബംഗ്ലാവ് പണിതതോടെ വാർത്തകളിൽ നിറഞ്ഞ പോയസ് ഗാർഡനിലേക്ക് ഇപ്പോൾ നയൻതാരയും വിഘ്നേഷും തൻ്റെ താമസം മാറ്റുന്നുവെന്ന് അറിയുന്നതിൽ കൂടുതൽ പ്രേക്ഷകരും എല്ലായ്പ്പോഴും ഏറ്റെടുക്കുകയാണ്. താരങ്ങൾ മിക്കയിടങ്ങളിലും അടുത്തടുത്ത് തന്നെയാണ് താമസിക്കാറുള്ളത്. അതുകൊണ്ട് തന്നെയാണ് മാധ്യമങ്ങളെല്ലാം അത് എളുപ്പം അറിയുന്നത് എന്നും പറയാം. പ്രേക്ഷകർ ഏറ്റെടുക്കുന്ന ഓരോ വാർത്തയുടെ പിന്നിലും ഇത്തരത്തിൽ ഓരോ കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ സംസാരിക്കാനും എല്ലാവരും തയ്യാറായി തന്നെ നിൽക്കാറുണ്ട് എന്ന് തന്നെ പറയാം. ആരാധകർക്കും അത് വളരെയധികം സ്നേഹത്തോടെ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് എന്ന് കൂടി കൂട്ടിച്ചേർക്കുന്നു. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.